സൗരയൂഥം. സൂര്യനും സൂര്യനെ വലംവയ്ക്കുന്ന 8 ഗ്രഹങ്ങളും 5 കുള്ളൻ ഗ്രഹങ്ങളും അവയുടെ എല്ലാം ഉപഗ്രഹങ്ങളും 13 ലക്ഷം ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളും 4000-ഓളം ധൂമകേതുക്കളും അടങ്ങുന്ന വലിയ സമൂഹമാണ് നമ്മുടെ സൗരയൂഥം. ഭൂമിക്ക് ചന്ദ്രൻ എന്ന പോലെ തന്നെ സൗരയൂഥത്തിൽ ധാരാളം ഉപഗ്രഹങ്ങളുണ്ട്. നാളിതുവരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് 293 ഉപഗ്രഹങ്ങളെയാണ്, അതായത് 293 ചന്ദ്രന്മാരെ. ഭൂമിയെ ചന്ദ്രൻ വലം വയ്ക്കുന്നത് പോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളെയും ഉൽക്കകളെയും ചില ഉപഗ്രഹങ്ങളെപ്പോലും ഉപഗ്രഹങ്ങൾ വലം വയ്ക്കുന്നുണ്ട്. മറ്റൊരു സൗരയൂഥം എന്ന പോലെ അനേകം ഉപഗ്രഹങ്ങൾ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളും സൗരയൂഥത്തിലുണ്ട്. തികച്ചും വിചിത്രവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതുമായ ധാരാളം ലോകങ്ങളുണ്ടവയിൽ. ഭൂമിയിലേതുപോലെ തന്നെ പുഴകളും കായലുകളും അന്തരീക്ഷവും എല്ലാമുള്ള ഭൂമിക്ക് സമാനമായ ലോകങ്ങളും ചുട്ടുപഴുത്ത് ലാവയൊഴുകി നടക്കുന്നതും തണുത്ത് മരവിച്ച് ഒരു ഐസ് കട്ട പോലെ ഇരിക്കുന്നതുമായ ധാരാളം ലോകങ്ങൾ. സൗരയൂഥത്തിലെ ഈ ഉപഗ്രഹങ്ങളെയെല്ലാം നമ്മൾ അടുത്തറിയാൻ പോവുകയാണ്. ഒരു ഭീമാകാരമായ തന്മാത്രാമേഘത്തിൻ്റെ ഇടതൂർന്ന ഒരു ചെറിയ പ്രദേശത്തിന് ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച തകർച്ചയിൽ നിന്നുമാണ് ഈ സൗരയൂഥം രൂപം കൊണ്ടത്. തകർന്ന പിണ്ഡത്തിൻ്റെ ഭൂരിഭാഗവും മധ്യഭാഗത്ത് ശേഖരിക്കപ്പെടുകയും സൂര്യൻ പിറവിയെടുക്കുകയും ചെയ്തു. പ്രോട്ടോപ്ലാനറ്ററി ഡിസ്കിൽ മിച്ചമുണ്ടായിരുന്ന പദാർത്ഥങ്ങളിൽ നിന്നുമാണ് സൗരയൂഥത്തിലെ സകല വസ്തുക്കളും രൂപം പ്രാപിച്ചത്. സൗരയൂഥം അതിൻ്റെ രൂപീകരണത്തിന് ശേഷം നിരവധി മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള പല ഉപഗ്രഹങ്ങളും അവയുടെ മാതൃഗ്രഹങ്ങൾക്ക് ചുറ്റിലുമുള്ള വാതകങ്ങളുടെയും പൊടിപടലങ്ങളുടെയും വൃത്താകൃതിയിലുള്ള ഡിസ്കുകളിൽ നിന്നും രൂപപ്പെട്ടവയാണ്. മറ്റു ചില ഉപഗ്രഹങ്ങൾ സ്വതന്ത്രമായി രൂപപ്പെട്ട ശേഷം ഈ ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണ ബലത്തിൽ അകപ്പെടുകയും അവയെ വലം വയ്ക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുള്ളവയാണ്. മിച്ചമുള്ള ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെ പോലെ തന്നെ ഭീമാകാരമായ കൂട്ടിയിടികളുടെ ഫലമായി രൂപപ്പെട്ടവയാണ്. ഉപഗ്രഹങ്ങളെ പ്രധാനമായും 2 വിഭാഗങ്ങളായി തരംതിരിക്കാം: റെഗുലർ മൂൺസും ഇർറെഗുലർ മൂൺസും. ഉപഗ്രഹങ്ങൾ അവയുടെ ഭ്രമണപഥം അനുസരിച്ചാണ് 2 വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത്. അവയിൽ റെഗുലർ മൂൺസ് താരതമ്യേന ഗ്രഹത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നതും സ്ഥിരതയുള്ളതും വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ ഗ്രഹത്തെ വലം വയ്ക്കുന്നതുമായ ഉപഗ്രഹങ്ങളാണ്. ഇവ ഗ്രഹങ്ങൾക്ക് ചുറ്റിലുമുള്ള അവശിഷ്ടങ്ങളും വാതകങ്ങളും നിറഞ്ഞ ഡിസ്കുകളിൽ നിന്നും രൂപപ്പെട്ട ഉപഗ്രഹങ്ങളും വലിയ കൂട്ടിയിടികളുടെ ഫലമായി രൂപപ്പെട്ട ഉപഗ്രഹങ്ങളുമാണ്. ഇനി ഇറഗുലർ മൂൺസ് എന്താണെന്ന് നോക്കാം. ഗ്രഹത്തിൽ നിന്നും വിദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഉയർന്ന ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ ഗ്രഹത്തെ വലം വയ്ക്കുന്നതുമായ ഉപഗ്രഹങ്ങളാണിവ. ഇത്തരം ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾക്ക് ചുറ്റിലുമുള്ള ഭ്രമണപഥത്തിൽ രൂപം കൊണ്ട സാധാരണ ഉപഗ്രഹങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. സ്വതന്ത്രമായി രൂപം കൊണ്ട ഈ ഉപഗ്രഹങ്ങളെ ഗ്രഹങ്ങൾ തങ്ങളുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ശക്തിയിൽ പിടികൂടി സ്വന്തം ഉപഗ്രഹങ്ങളാക്കി മാറ്റിയവയാണ്. ഇനി നമുക്ക് സൗരയൂഥത്തിലെ ഓരോ ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളെ കാണാം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറുതും സൂര്യൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നതുമായ സൗരയൂഥത്തിലെ 1ാമത്തെ ഗ്രഹമാണ് മെർക്കുറി എന്ന ബുധൻ. സൂര്യൻ്റെ തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ സൂര്യനിൽ നിന്നും ഏകദേശം 5 കോടി കിലോമീറ്ററുകൾ മാത്രം അകലത്തിൽ. മെർക്കുറിക്ക് 4879 കിലോമീറ്റർ ഡയമീറ്റർ മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ചന്ദ്രനേക്കാളും ഒരല്പം മാത്രം വലിപ്പം കൂടുതൽ. ഇത്രത്തോളം ചെറുതായതുകൊണ്ടും സൂര്യൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും മെർക്കുറിയെ വലം വയ്ക്കുന്ന ഒരു ഉപഗ്രഹവുമില്ല. അതിശക്തമായ ഗ്രാവിറ്റിയുള്ള സൂര്യൻ്റെ സാമീപ്യം കാരണം ഒരു സാറ്റലൈറ്റിനും സ്ഥിരതയോടെ ബുധന് ചുറ്റും വലം വയ്ക്കുവാൻ സാധിക്കുകയുമില്ല. സൂര്യൻ്റെ ശക്തമായ ഗുരുത്വാകർഷണ ബലം ബുധൻ്റെ ഭ്രമണപഥത്തിൽ ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവയെ മുഴുവൻ തന്നിലേക്ക് വലിച്ചെടുത്തേനെ. സൂര്യനിൽ നിന്നും 10 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വീനസ് എന്ന ശുക്രനാണ് 2ാമത്തെ ഗ്രഹം. മണിക്കൂറിൽ വെറും 6.5 കിലോമീറ്റർ മാത്രം വേഗതയിൽ മറ്റെല്ലാ ഗ്രഹങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഘടികാര ദിശയിലാണ് ശുക്രൻ ഭ്രമണം ചെയ്യുന്നത്. ഇത്ര മന്ദഗതിയിലുള്ള ഭ്രമണവും സൂര്യൻ്റെ സാമീപ്യവും മൂലം ഒരു ഉപഗ്രഹത്തിനും വീനസിനു ചുറ്റിലും സ്ഥിരതയോടെ വലം വയ്ക്കുവാൻ സാധിക്കുകയേയില്ല. അതുകൊണ്ട് തന്നെ സൗരയൂഥത്തിലെ ആദ്യത്തെ 2 ഗ്രഹങ്ങൾക്കും പ്രകൃതിദത്തമായ ഉപഗ്രഹങ്ങളില്ല. അടുത്തത് സൂര്യനിൽ നിന്നും 15 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഭൂമിയാണ്. ഭൂമിക്ക് ഒരു ഉപഗ്രഹമുണ്ട്, നമ്മുടെ ചന്ദ്രൻ.
ഭൂമിയിൽ നിന്നും ശരാശരി 3,83,000 കിലോമീറ്റർ അകലത്തിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്തമായ ഉപഗ്രഹം ചന്ദ്രൻ വലം വയ്ക്കുന്നത്. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഏറ്റവും സാന്ദ്രത കൂടിയ 2ാമത്തെ ഉപഗ്രഹം. ഭൂമിക്ക് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ചന്ദ്രൻ. ഭൂമിയിൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ വളരെ വ്യത്യസ്ത തരങ്ങളിലേക്ക് ജീവൻ പരിണമിച്ചതിൻ്റെ പ്രധാന കാരണം ഈ ചന്ദ്രനാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചന്ദ്രൻ്റെ ഒരു വശം മാത്രമേ കാണുവാൻ സാധിക്കൂ. ചന്ദ്രൻ ഭൂമിയുമായി ടൈഡലി ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു ഉപഗ്രഹമാണ്. ചന്ദ്രൻ ഒരു തവണ ഭൂമിയെ വലം വെച്ച് തീർക്കുന്നത് 27.3 ദിവസങ്ങൾ കൊണ്ടാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ തൻ്റെ അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങിത്തീരുന്നതിന് വേണ്ടി വരുന്നതും 27 ദിവസങ്ങളാണ്. ഇത് രണ്ടും ഒരേ കാലഘട്ടമായതുകൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരിക്കലും ചന്ദ്രൻ്റെ മറുവശം കാണുവാൻ സാധിക്കുകയേയില്ല. ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി രൂപം പ്രാപിച്ച് കഴിഞ്ഞ കാലത്ത് ഏകദേശം ഇന്നത്തെ ചൊവ്വാഗ്രഹത്തിൻ്റെ അത്രത്തോളം വലിപ്പമുള്ള തീയ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു വലിയ ഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിച്ചു. ആ വലിയ കൂട്ടിയിടിയുടെ ഫലമായി തീയയുടെ ഭൂരിഭാഗവും ഭൂമിയുമായി കൂടിച്ചേരുകയും മിച്ചമുണ്ടായിരുന്ന ഭാഗവും ഭൂമിയുടെ ഉപരിതലത്തിലെ കുറച്ചു ഭാഗവും കോടിക്കണക്കിന് വരുന്ന പൊടിപടലങ്ങളായി മാറി ഭൂമിയെ വലം വയ്ക്കാൻ തുടങ്ങി. കാലങ്ങൾ കഴിയുന്തോറും അവ മുഴുവൻ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ശക്തിയിൽ കൂടിച്ചേരുകയും അത് ഒരു ഗോളാകൃതി പ്രാപിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് 3500 കിലോമീറ്ററോളം വ്യാസമുള്ള ചന്ദ്രനായി മാറി. അടുത്തത് സൗരയൂഥത്തിലെ 4ാമത്തെ ഗ്രഹമാണ്. സൂര്യനിൽ നിന്നും 22,80,00,000 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ അയൽക്കാരനായ മാർസ് എന്ന ചൊവ്വ. ചുവന്ന ലോകം എന്നറിയപ്പെടുന്ന ചൊവ്വയ്ക്ക് 2 ചെറിയ ഉപഗ്രഹങ്ങളാണുള്ളത്, ഫോബോസും ഡീമോസും. കൃത്യമായ ഗോളാകൃതിയില്ലാത്ത വളരെ കുഞ്ഞന്മാരായ ഇവരിൽ ഫോബോസ് ആണ് ഏറ്റവും വലിപ്പം കൂടിയ ഉപഗ്രഹം. ഫോബോസിൻ്റെ ആകെ വ്യാസം വെറും 22.5 കിലോമീറ്റർ മാത്രമാണ്. ഡീമോസിന് 12.5 കിലോമീറ്റർ. ഇവയിൽ ഫോബോസ് ചൊവ്വയിൽ നിന്നും വെറും 6000 കിലോമീറ്ററുകൾ മാത്രം അകലത്തിലാണ് നിലനിൽക്കുന്നത്. സൗരയൂഥത്തിൽ ഒരു ഗ്രഹവുമായി ഏറ്റവും അടുത്ത് നിലനിൽക്കുന്ന ഉപഗ്രഹമാണ് ഫോബോസ്. ഡീമോസ് ചൊവ്വയിൽ നിന്നും 23,000 കിലോമീറ്ററോളം അകലത്തിലാണ് ചൊവ്വയെ വലം വയ്ക്കുന്നത്. ഓരോ 100 വർഷം കഴിയുമ്പോഴും ഫോബോസ് ചൊവ്വയിലേക്ക് 2 മീറ്റർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ഫോബോസ് ചൊവ്വയുടെ റോഷേ ലിമിറ്റിൽ എത്തിച്ചേരുകയും ഫോബോസ് കോടിക്കണക്കിന് പദാർത്ഥങ്ങളായി പൊട്ടിത്തെറിച്ച് ചൊവ്വയെ വലം വയ്ക്കാൻ തുടങ്ങുകയും ചെയ്യും. ആ പദാർത്ഥങ്ങളെല്ലാം പതിയെ പതിയെ ചൊവ്വയിലേക്ക് തന്നെ പതിക്കും. ഡീമോസ് കാലങ്ങൾ കഴിയുന്തോറും ചൊവ്വയിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൊവ്വയുടെ ഈ 2 ഉപഗ്രഹങ്ങളും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആസ്ട്രോയിഡ് ബെൽറ്റിനുള്ളിലുള്ള 2 ആസ്ട്രോയിഡുകൾ മാത്രമായിരുന്നു. വ്യാഴത്തിൻ്റെ ശക്തിയേറിയ ഗ്രാവിറ്റി മൂലം ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്നും പുറത്തു വന്ന ഇവ ചൊവ്വയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ അകപ്പെട്ട് ചൊവ്വയെ വലം വയ്ക്കാൻ തുടങ്ങിയതാണ്. അടുത്തത് സൗരയൂഥത്തിലെ 5ാമനാണ്. ഏറ്റവും വലിയ ഗ്രഹമായ വാതകഭീമൻ ജൂപ്പിറ്റർ എന്ന വ്യാഴം. ഈ വാതകഭീമൻ ഗ്രഹത്തിന് ചുറ്റിലും വലിയൊരു സൗരയൂഥം എന്ന പോലെ തന്നെ ധാരാളം ഉപഗ്രഹങ്ങളാണ് വലം വയ്ക്കുന്നത്. നാളിതുവരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ചെറുതും വലുതുമായ ജൂപ്പിറ്ററിൻ്റെ 95ഓളം ഉപഗ്രഹങ്ങളെയാണ്. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഉപഗ്രഹമാണ് നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രൻ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ചന്ദ്രനേക്കാൾ വലിപ്പമുള്ള 3 ഉപഗ്രഹങ്ങൾ വ്യാഴത്തിൻ്റേതാണ്. ജൂപ്പിറ്ററിൻ്റെ ഏറ്റവും വലിയ 4 ഉപഗ്രഹങ്ങളാണ് ആദ്യമായി കണ്ടെത്തിയത്. 16ാം നൂറ്റാണ്ടിൽ ഗലീലിയോ ഗലീലിയാണ് ഈ 4 ഉപഗ്രഹങ്ങളെയും കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഗാലിസ്റ്റോ, ഗാനിയമേഡ്, യൂറോപ്യ, അയോ എന്നീ 4 ഉപഗ്രഹങ്ങളെയും ഗലീലിയൻ മൂൺസ് എന്നാണ് വിളിക്കുന്നത്. 2016 ജൂപ്പിറ്ററിൽ നിന്നും 50 ലക്ഷം കിലോമീറ്ററുകൾ മാത്രം അകലത്തിൽ വെച്ചുകൊണ്ട് ജൂണോ പകർത്തിയ ജൂപ്പിറ്ററിൻ്റെയും ഗലീലിയൻ മൂൺസിൻ്റെയും ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമായ ബുധനേക്കാളും വലിപ്പമുള്ള ഗാനിയമേഡാണ് ജൂപ്പിറ്ററിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം. ജൂപ്പിറ്ററിൻ്റെ മാത്രമല്ല സൗരയൂഥത്തിലെയും ഏറ്റവും വലിയ ഉപഗ്രഹം ജൂപ്പിറ്ററിൽ നിന്നും 18 ലക്ഷം കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗാനിയമേഡാണ്. ഭൂമിയുടെ പകുതിയോളം വലിപ്പമുണ്ട് ഗാനിയമേഡിന്. ഗാനിയമേഡ് തണുത്തുറഞ്ഞു കിടക്കുന്ന ഒരു ലോകമാണ്. വ്യാഴത്തിൻ്റെ 2ാമത്തെ വലിയ ഉപഗ്രഹം സൗരയൂഥത്തിലെ 3ാമത്തെ വലിയ ഉപഗ്രഹമായ ഗാലിസ്റ്റോയാണ്. ജൂപ്പിറ്ററിൻ്റെ 3ാമത്തെ വലിയ ഉപഗ്രഹവും സൗരയൂഥത്തിലെ 4ാമത്തെ വലിയ ഉപഗ്രഹവും അഗ്നിപർവ്വതങ്ങൾ നിറഞ്ഞു കിടക്കുന്ന തിളച്ചുമറിഞ്ഞ അയ്യോ ആണ്.
സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ നിറഞ്ഞു കിടക്കുന്നതും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ സംഭവിക്കുന്നതും ഈ ഉപഗ്രഹത്തിലാണ്. ഏറ്റവും കൂടുതൽ സാന്ദ്രത കൂടുതലുള്ള ഉപഗ്രഹവും അയോയാണ്. അടുത്തത് ജൂപ്പിറ്ററിൻ്റെ 4ാമത്തെ വലിയ ഉപഗ്രഹവും സൗരയൂഥത്തിലെ 6ാമത്തെ വലിയ ഉപഗ്രഹവുമായ യൂറോപ്യ. അയോ ഒഴികെയുള്ള ഈ ഉപഗ്രഹങ്ങളെല്ലാം മഞ്ഞു മൂടിക്കിടക്കുന്ന ലോകങ്ങളാണ്. ഭൂമിക്ക് പുറത്ത് സൗരയൂഥത്തിനകത്ത് ജീവൻ കണ്ടെത്തുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഈ ഉപഗ്രഹങ്ങളിലാണ്. ജൂപ്പിറ്ററിന് ആകെയുള്ള ഉപഗ്രഹങ്ങളിൽ 8 എണ്ണം മാത്രമേ റെഗുലർ മൂൺസ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവയെല്ലാം ഇറഗുലർ മൂൺസാണ്. ജൂപ്പിറ്ററിന് ചുറ്റിലുമുള്ള ഉപഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലും ആസ്ട്രോയിഡുകളാണ്. ജൂപ്പിറ്ററിൻ്റെ അതിശക്തിയേറിയ ഗുരുത്വാകർഷണ ബലത്തിൽ അകപ്പെട്ട് ജൂപ്പിറ്ററിനെ വലം വയ്ക്കാൻ തുടങ്ങിയവയാണ് ഈ ഉപഗ്രഹങ്ങളെല്ലാം. അടുത്തത് സൗരയൂഥത്തിലെ 6ാമനും വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനക്കാരനുമായ വലയങ്ങൾ നിറഞ്ഞ സൗരയൂഥത്തിലെ ഏറ്റവും സുന്ദരമായ സാറ്റേൺ എന്ന ശനിയാണ്. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് ശനി ഗ്രഹത്തിലാണ്. സാറ്റേണിന് ചുറ്റിലും മറ്റൊരു സൗരയൂഥം എന്ന പോലെയാണ് ഉപഗ്രഹങ്ങൾ വലം വയ്ക്കുന്നത്. നാളിതുവരെ ചെറുതും വലുതുമായി ശനിക്ക് ചുറ്റിലും 146 ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രത്തോളം ഉപഗ്രഹങ്ങൾ ഉണ്ട് എങ്കിലും അവയിൽ ഒരൊറ്റ ഉപഗ്രഹത്തിന് മാത്രമേ വലിപ്പം കൂടുതലുള്ളൂ. സാറ്റേണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹവും സൗരയൂഥത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ഉപഗ്രഹവുമാണ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തെക്കാളും കൂടുതൽ കട്ടിയുള്ള അന്തരീക്ഷവും മീഥേൻ ഒഴുകി നടക്കുന്ന പുഴയും കായലുകളും എല്ലാം നിറഞ്ഞ ടൈറ്റൻ. ടൈറ്റൻ കഴിഞ്ഞാൽ സാറ്റേണിൻ്റെ 2ാമത്തെ വലിയ ഉപഗ്രഹമാണ് സൗരയൂഥത്തിലെ 9ാമത്തെ വലിയ ഉപഗ്രഹമായ റിയ. സാറ്റേണിൻ്റെ മുഴുവൻ ഉപഗ്രഹങ്ങളിൽ 24 എണ്ണം മാത്രമേ റെഗുലർ മൂൺസ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇറഗുലർ മൂൺസാണ്. ജൂപ്പിറ്ററിൻ്റെ ഉപഗ്രഹങ്ങളെപ്പോലെ തന്നെ സാറ്റേണിൻ്റെ ഉപഗ്രഹങ്ങളിൽ കൂടുതലും ഉൽക്കകൾ തന്നെയാണ്. സമീപത്തൂടെ കടന്നുപോയ ഉൽക്കകളെ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് സാറ്റേൺ പിടിച്ചെടുത്ത് തൻ്റെ ഉപഗ്രഹമാക്കിയതാണ്. ഏകദേശം 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് ശനിയുടെ തൊട്ട് സമീപത്തുണ്ടായിരുന്ന മഞ്ഞു മൂടിക്കടന്നിരുന്ന ഒരു ഉപഗ്രഹമായിരുന്നു ബ്രിട്ടാസ്. ഈ ഉപഗ്രഹം ശനിയുടെ റോഷേ ലിമിറ്റിൽ എത്തിച്ചേരുകയും കോടാനുകോടി വരുന്ന പൊടിപടലങ്ങളായി പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ആ പൊട്ടിത്തെറിയിലുണ്ടായ പദാർത്ഥങ്ങളെല്ലാം ബ്രിട്ടാസ് ശനിയെ വലം വെച്ചിരുന്ന അതേ വേഗതയിൽ ശനിക്ക് ചുറ്റും വലം വയ്ക്കാൻ തുടങ്ങി. കാലങ്ങൾ കഴിയുന്തോറും അത് വലിയ വളയങ്ങളായി മാറി. അങ്ങനെയാണ് ശനിക്ക് ചുറ്റിലും വളയങ്ങൾ ഉണ്ടായത്. അടുത്തത് സൗരയൂഥത്തിലെ 7ാമത്തെ ഗ്രഹവും വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 3ാം സ്ഥാനക്കാരനുമായ യുറാനസാണ്. ഈ നീല ലോകത്തിനു ചുറ്റിലും ധാരാളം ഉപഗ്രഹങ്ങളുണ്ട്. നാളിതുവരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് യുറാനസിൻ്റെ 27 ഉപഗ്രഹങ്ങളെയാണ്. ഈ 27 ഉപഗ്രഹങ്ങളിൽ 5 എണ്ണം മാത്രമേ വലിപ്പമുള്ള ഉപഗ്രഹങ്ങളുള്ളൂ. മറ്റു ഗ്രഹങ്ങളിൽ നിന്നുമെല്ലാം തികച്ചും വ്യത്യസ്തമായി യുറാനസ് സൂര്യന് ചുറ്റിലും ഉരുളുകയാണ് എന്ന് നമുക്കറിയാം. 98 ഡിഗ്രി ചെരിവിലാണ് യുറാനസ് സ്വയം ഭ്രമണം ചെയ്യുന്നത്. അതിനുള്ള കാരണം മറ്റൊരു വലിയ ബഹിരാകാശ വസ്തുവുമായി സംഭവിച്ച കൂട്ടിയിടിയായിരിക്കും. ഈ കൂട്ടിയിടിയുടെ അനന്തരഫലമായി രൂപം കൊണ്ടതായിരിക്കും യുറാനസിൻ്റെ ഭൂരിഭാഗം ഉപഗ്രഹങ്ങളും. കാരണം യുറാനസിൻ്റെ 18 ഉപഗ്രഹങ്ങൾ റെഗുലർ മൂൺസാണ്. ടൈറ്റാനിയ ആണ് യുറാനസിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം. സൗരയൂഥത്തിലെ 8ാമത്തെ വലിയ ഉപഗ്രഹമാണിത്. യുറാനസിൻ്റെ 2ാമത്തെ വലിയ ഉപഗ്രഹവും സൗരയൂഥത്തിലെ 10ാമത്തെ വലിയ ഉപഗ്രഹവുമാണ് ഒബെറോൺ. യുറാനസിൻ്റെ വലിപ്പം കൂടിയ മറ്റുപഗ്രഹങ്ങൾ അംബ്രയാൽ, ഏരിയൽ, മിറാണ്ട എന്നിവയാണ്. അടുത്തത് സൗരയൂഥത്തിലെ അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണാണ്. നെപ്റ്റ്യൂണിന് ചുറ്റിലും ധാരാളം ഉപഗ്രഹങ്ങൾ വലം വയ്ക്കുന്നുണ്ട്. നാളിതുവരെ നെപ്റ്റ്യൂണിൻ്റെ 14 ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. സൗരയൂഥത്തിലെ 7ാമത്തെ വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൺ. ഇതാണ് നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം. നെപ്റ്റ്യൂണിൻ്റെ 14 ഉപഗ്രഹങ്ങളിൽ ഗോളാകൃതിയുള്ള ഏക ഉപഗ്രഹം ഈ ട്രൈറ്റൺ മാത്രമാണ്. നെപ്റ്റ്യൂണിൻ്റെ എല്ലാ ഉപഗ്രഹങ്ങളും തന്നെ കൈപ്പർ ബെൽറ്റിൽ നിന്നും വന്ന് നെപ്റ്റ്യൂണിൻ്റെ ഗുരുത്വാകർഷണ ബലത്തിൽ അകപ്പെട്ടു പോയവയാണ്. അടുത്തത് കണ്ടെത്തിയ സമയത്ത് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം എന്ന് പരിഗണന നൽകിയ ശേഷം പിന്നീട് കുള്ളൻ ഗ്രഹമായി തരം താഴ്ത്തപ്പെട്ട പ്ലൂട്ടോ എന്ന തണുത്തുറഞ്ഞ ലോകമാണ്. പ്ലൂട്ടോയ്ക്ക് ചുറ്റിലും 5 ഉപഗ്രഹങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ ഏറ്റവും വലുത് ഷാരോൺ എന്ന ഉപഗ്രഹമാണ്. പ്ലൂട്ടോ അടക്കം 5 കുള്ളൻ ഗ്രഹങ്ങളെയാണ് സൗരയൂഥത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. 4 കുള്ളൻ ഗ്രഹങ്ങൾക്ക് ചുറ്റിലും ഉപഗ്രഹങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ നാളിതുവരെ ധാരാളം ഉൽക്കകൾക്ക് ചുറ്റിലും വലം വയ്ക്കുന്ന ഉപഗ്രഹങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ സൗരയൂഥത്തിൽ എത്രത്തോളം വിചിത്രവും വിസ്മയകരവുമായ ലോകങ്ങളാണുള്ളത് അല്ലേ? ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം.
നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.